നമസ്കാരം. മോഫെക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഫെക്സിൻ്റെ ഹ്യൂമൻസ് ഓഫ് മോഫെക്സ് എന്ന പരിപാടിയുടെ ഭാഗമായി പുതിയ ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് പോകുന്നത് എറണാകുളത്തുള്ള ഓബിറോൺ മോളിലേക്കാണ്. നമുക്ക് ആരെങ്കിലും അവിടുന്ന് പരിചയപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാം. നമസ്കാരം. മോഫെക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയലുകളിലെയും സിനിമകളിലെയും നിറസാന്നിധ്യമായ ശ്രീ യഹിയ ഖാദർ ആണ് നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി. സർ, വെൽക്കം ടു മോഫെക്സ്. നമസ്കാരം സർ, ചോദ്യങ്ങളിലേക്ക് കടക്കാം. 3 വാക്കുകളിൽ സ്വയം പരിചയപ്പെടുത്താമോ? ഐ ആം ആക്ടർ യഹിയ. ഓക്കെ. ക്യാമറയ്ക്ക് മുമ്പിലുള്ള താങ്കളുടെ ആദ്യത്തെ രംഗം ഏതാണ്? ക്യാമറയ്ക്ക് മുന്നിൽ എന്ന് പറയുമ്പോൾ അതായത് സിനിമയിലാണ്. ഒരു പുസ്തകം കൈ പിടിച്ചിട്ട് കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് നടന്നു വരുന്ന ബാക്ക്ഗ്രൗണ്ടിലിട്ടാ നടന്നു വരുന്ന അതാണ് ഫസ്റ്റ് ഷോട്ട്. സർ, അത് ഏതാണ് സിനിമ? നിറം. നിറം സാറിൻ്റെ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, കമൽ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ സലീം പടിയത്ത് സാർ. പുള്ളിയുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്. അങ്ങനെ ഇവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഇവിടെ പോവാം. അപ്പം നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവില്ല, സിനിമ നടൻ എന്നുള്ള രീതി. അപ്പോൾ അവിടെ പോയി നിന്നപ്പോൾ സലീംക്കാണ് പറഞ്ഞത്, ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും പുസ്തകം പിടിച്ച് നടന്നു പോവാ. ശാലിനി ബൈക്കിൽ സ്കൂട്ടറിൽ വരുന്നത്, പുറകിലൂടെ നടന്നു വരുന്ന സർ, സീരിയലിൽ ആദ്യം ചെയ്ത വേഷം ഏതാണ്? സീരിയലിൽ ഞാൻ ശരിക്കും പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ മീറ്റ് ചെയ്തു. പിന്നെ ശ്രീ രാജേഷ് കണ്ണങ്കര എന്നുണ്ട്, പുള്ളി ഡയറക്റ്റ് ചെയ്ത സീരിയലാണ് ആദ്യമായിട്ട് വന്നിരുന്നത്. സിനിമയ്ക്ക് വേണ്ടിയാണ് കണ്ടത്. പുള്ളി എന്നോട് ചോദിച്ചു, സീരിയലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ അത് എന്ത് കിട്ടിയാലും ചെയ്യുന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. കാരണം വീട്ടിൽ നിന്ന് നമുക്ക് ഒരു ഇത് കിട്ടണം. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാൽ അവനൊരു ക്യാരക്ടർ ചെയ്യാൻ ഓഡീഷന് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു, ഓഡീഷനിൽ പോയി ഒരു ക്യാരക്ടർ കിട്ടി. ഒരു മഴവിൽ മനോരമയിൽ ആയിരുന്നു ഫസ്റ്റ് എനിക്ക്. അതിനുശേഷം പിന്നെ 1 by 1 ആയിട്ട് പല ചാനലിലും ഈ ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടി, ഇങ്ങനെ കിട്ടി. തീർച്ചയായിട്ടും ഒരു നടനാകാനുള്ള യാത്രയിൽ ഏറ്റവും പിന്തുണ നൽകിയ വ്യക്തി ആരാണ്? അത് എൻ്റെ വൈഫ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. വൈഫ് തന്നെയാണ്. അപ്പോഴും ഇപ്പോഴൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വൈഫാണ് എല്ലാ രീതിയിലും. പക്ഷേ വേറെ ആൾക്കാരോട് ഇപ്പം എൻ്റെ ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവള് സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് അത്രയ്ക്കും സപ്പോർട്ട് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഭാര്യയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതുവരെ നിങ്ങളുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വേഷം ഏതാണ്? അങ്ങനെ ചോദിച്ചാല് നമ്മള് ഒരുപാട് വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാലും ചെയ്ത വേഷങ്ങളൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥത്തോടുകൂടി ചെയ്യുന്ന വേഷങ്ങളാണ്. അത് നമുക്ക് സീരിയലിലെ ഒരു ലിമിറ്റേഷൻ അറിയാലോ. എന്നാലും ആ ലിമിറ്റേഷനിൽ വെച്ചുകൊണ്ട് നമ്മൾ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നടത്തും. ഇപ്പോൾ സീരിയലിലാണെങ്കിൽ ഞാനൊരു പിന്നെ ഫിറോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, CI ഫിറോസ്, സൂര്യയിലായിരുന്നു അത്. പിന്നെ ഭദ്ര എന്ന് പറഞ്ഞൊരു സീരിയൽ. ഈ ക്യാരക്ടർ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് അത്. എനിക്ക് ഇപ്പോഴും ഞാൻ അതിൻ്റെ കട്ട്സൊക്കെ എടുത്ത് ഇങ്ങനെ ഇടാറുണ്ട്. പിന്നെ സിനിമയിലാണെങ്കിൽ ഒരുപാടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ സുനിൽ ഇബ്രാഹിമിന്റെ സിനിമ മോഹൻ എന്ന ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടം. സർ, നായക വേഷങ്ങളാണോ വില്ലൻ വേഷങ്ങളാണോ അഭിനയിക്കുന്നത് കൂടുതൽ ഇഷ്ടം? അങ്ങനെയല്ല, നമുക്ക് എല്ലാ വേഷങ്ങളും എനിക്ക് ചെയ്യണം എന്നാണ് നമുക്ക് ഇഷ്ടം. അങ്ങനെ നായകൻ വില്ലൻ എന്നുള്ള വ്യത്യാസമില്ല, എല്ലാ വേഷങ്ങളും നമ്മൾ ചെയ്യണം ആഗ്രഹം. അതെ, അവിടെയാണല്ലോ നടന്റെ ഒരു മെറ്റൽ തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും സെറ്റിൽ സംഭവിച്ച ഏറ്റവും രസകരമായതോ ലജ്ജാകരമായോ ഒരു സംഭവം ഏതാണെങ്കിലും കുഴപ്പമില്ല. രസകരമായൊരു സംഭവമാവാം, ഇല്ലെങ്കിൽ വളരെയധികം രസകരമായെന്ന് പറഞ്ഞാൽ ഒരുപാട്
ഭയങ്കര കോമഡീസ് ഒക്കെ ഉണ്ടാവില്ല നമുക്ക്. ആ ഇപ്പൊ ഞാൻ ചമ്മിയ ഒരു സംഭവം പറയാം. അതായത് മൊത്തം സെറ്റ് ഉള്ള സമയത്ത് ഈ സി ഐ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് തന്നെ നായികയായിട്ട് ഡയലോഗ് പറഞ്ഞ, അപ്പൊ എൻ്റെ ഓഫീസ്, സി ഐയുടെ ഓഫീസ്, നായികയുടെ ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ ഇരുന്നിട്ട് ഇരിക്കണം. ആ അപ്പൊ എല്ലാവരും ഉണ്ട്, ഫുൾ സെറ്റ്. നായികയായിട്ട് ഡയലോഗ് പറഞ്ഞിട്ട് ഇരുന്ന വശം കസേര ഒടിഞ്ഞു പോയി. അയ്യോ കസേര ഒടിഞ്ഞു. അപ്പൊ നായിക എന്നെ കയറി പിടിച്ചു. ആ അപ്പോ എല്ലാവരും ചിരിച്ചു. അപ്പൊ ഒരു ഭയങ്കര ഒരു പെട്ടെന്നുണ്ടായിരുന്നു സീരിയസ് ഡയലോഗ് പറഞ്ഞായിരിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കതിൽ ചമ്മല് പറ്റി. അങ്ങനെ എല്ലാവരും നമ്മളെ ഇതാക്കി. പക്ഷെ രസമായിരുന്നു. അത് ഇപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ളൊരു സംഭവം. നീണ്ട ഷൂട്ടിങ്ങിനിടയിൽ താങ്കൾ എങ്ങനെയാണ് ഊർജം നിലനിർത്തുന്നത്? ഊർജം നിലനിർത്തുന്ന വെച്ചാൽ നമ്മള് കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ. അപ്പോൾ അവിടെ അവരായിട്ട് ഇന്ററാക്ഷൻസ്, ഇപ്പൊ ആണുങ്ങളായാലും ലേഡീസ് ആയാലും എല്ലാവരും അവരായിട്ടുള്ള ഇന്ററാക്ഷൻസ്, അവരുടെ കാര്യങ്ങൾ സ്കൂളിൽ സംസാരിക്കുക. അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ഇരുന്നാൽ എനിക്ക് ഊർജം കിട്ടില്ല. തീർച്ചയായിട്ടും അവരായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണ്. അതെ, ആളുകൾ കൂടെ വേണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഒരു സാധാരണ അഭിനയിക്കാതിരിക്കുമ്പോൾ താങ്കൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്തായിരിക്കും? അഭിനയിക്കാതിരിക്കുമ്പോ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഞാന് കൂടുതൽ ഈ സിനിമകളെ കുറിച്ചുള്ള ചിന്തകളും എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാന്നുള്ള ചിന്തകളൊക്കെ ഉണ്ട്. നേരത്തെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത്, അതായത് ഗാർഡൻ പരിപാടി, വൈഫിനെ സഹായിക്കും, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സംഭവം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു കുടുംബസ്ഥനായി ഇരിക്കാനാണ് സന്തോഷം. ആ വീട്ടിലുള്ളപ്പോ നമ്മൾ എപ്പോഴും അവിടെ നിന്നുണ്ടാവും, കുറച്ചധികം പോകില്ല. തെരുവിൽ ആരാധകർ താങ്കളെ പലപ്പോഴും തിരിച്ചറിയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തേല് പങ്കിടാൻ താല്പര്യമുള്ള വളരെ രസകരമായ എന്തെങ്കിലും ആരാധക നിമിഷങ്ങളുണ്ടോ? ഈ കുറച്ച് ഉണ്ട്. നമ്മളെ ഇടയ്ക്കൊക്കെ ഒരു 5-10 പേരൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് സെൽഫി എടുത്തൊക്കെ പോകും. പക്ഷെ എനിക്ക് വളരെ, മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്, മുമ്പ് വളരെയധികം എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് കുട്ടികളുണ്ടല്ലോ. ചെറിയ കുട്ടികൾക്ക് ഭയങ്കര കാച്ചിങ് പവറാണ്. ഉദ്ദേശിക്കുന്നതിന്റെ 10 മടങ്ങായിരിക്കും. അപ്പൊ ഈ കൊറോണ ഉള്ള സമയത്ത്, അന്ന് ഞാൻ ഏഷ്യാനെറ്റിലൊരു സീരിയൽ, കൊറോണ ഉള്ള സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് പാലക്കാട് പോകുന്ന സമയത്ത് ഇതുപോലെ ചാവടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറി. അപ്പൊ മാസ്കും ഉണ്ട് കേട്ടാ. അപ്പൊ ഒരു കുട്ടി അവിടെ അമ്മയുടെ കൂടെ ഇരിക്കുന്നുണ്ട്. കുട്ടിയുണ്ട്, അത് ഏകദേശം ഒരു 10 വയസ്സായ കുട്ടിക്ക് ഉണ്ടാവും, 10-11 മാക്സിമം. അമ്മയുണ്ട്, കുട്ടിയുണ്ട്. അപ്പൊ ഞാൻ മാസ്ക് ഈ കണ്ണിൽ നോക്കിയ ആള് തിരിച്ചറിഞ്ഞു. ഇന്ന ആളല്ലേ, ഇന്ന ആളല്ലേ. അമ്മേനെ വിളിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു അതെ അതാളെ. മാസ്ക് ഊരി സെൽഫി എടുത്തിട്ട് പിന്നെ നമ്മള് തീർച്ചയായിട്ടും വളരെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഇൻസിഡന്റ്. പിള്ളേര് നമ്മളെ അത്രയും ടിവിയിലായതുകൊണ്ട് അതെ. പിന്നെ അത്രയ്ക്കും നമ്മള് ഫെമിലിയർ, അങ്ങനത്തെ ഒരു താരം അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ടിവിയിൽ വരുമ്പോ നമ്മളെപ്പോഴും കാണുന്നുണ്ട്. താങ്കൾ അഭിനയിച്ചതല്ലാതെ താങ്കൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സീരിയൽ ഏതാണ്? അപ്പോ 1-2 സീരിയൽസ് ഉണ്ട്. ഇപ്പൊ ഞാൻ നമ്മൾ പല സീരിയൽ കാണുമല്ലോ, പല ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് നമ്മൾ നോക്കും, സീരിയൽസ് കാണും. അത് ഒരു ശ്യാമാംബരം എന്ന സീരിയലിന്റെ സെക്കൻഡ് പാർട്ടാണ്. അതിന്റെ ടൈറ്റിൽ ഞാൻ പറഞ്ഞു. അതെനിക്കിഷ്ടം. അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടം. സിനിമയില് വേഷങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഏത് തരം വേഷങ്ങളോടായിരിക്കും താങ്കൾക്ക് കൂടുതൽ താല്പര്യം? അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ ഇപ്പൊ നമ്മളെ വിളിക്കുകയാണെങ്കിൽ ആ ക്യാരക്ടർ നമ്മൾ യോജിച്ചുകൊണ്ടാണല്ലോ അവർ വിളിക്കുന്നത്. തീർച്ചയായിട്ടും യോജിച്ചല്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞാലും അവർ വിളിക്കില്ലല്ലോ. അതെ. അപ്പൊ ആ യോജിച്ച ക്യാരക്ടർ നമ്മൾ തരുമ്പോ നമുക്കത് പൂർണ്ണമായിട്ട് അതിനോട് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റും. അതില് വില്ലനോ നായകനോ അങ്ങനത്തെ വകഭേദങ്ങളൊന്നുമില്ല. നല്ല കഥാപാത്രമായിരിക്കും. മനസ്സിലാവുന്നുണ്ട്. താങ്കളുടെ ഒരു സ്വപ്ന സംവിധായകനോ? സ്വപ്ന സംവിധായകൻ ഇപ്പൊ എല്ലാവർക്കും ഉള്ള പോലെ നമ്മുടെ ദിലീഷ് പോത്തൻ കൂടെ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുണ്ട് ദിലീഷ് പോത്തൻ സാറിന്റെ കൂടെ അഭിനയിക്കാൻ. മറ്റു ഏതെങ്കിലും സംവിധായകന്മാർ മനസ്സിൽ വരുന്നുണ്ടോ?
പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പല നല്ല ആൾക്കാരല്ല എല്ലാം പുതിയ ജനറേഷനിലുള്ള ആരായാലും പുതിയ ഇപ്പോ അഹമ്മദ് കബീർ, ആ അതുപോലെ പല ആൾക്കാർ ഇപ്പൊ നമ്മുടെ എന്റെ സുഹൃത്താണ് സുനിൽ ഇബ്രാഹിം ആ ബൈ. ആ പുള്ളി നല്ല ഡയറക്ടറാണ്, അവരോട് അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. മനസ്സിലായി. അതുപോലെ തന്നെ അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് നടനാവാന്നുള്ളതാണ്. അപ്പൊ അതിലെത്രത്തോളം നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് തന്നെയാണ് ലക്ഷ്യം. വേറെ ലക്ഷ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും കരിയറിലെ എന്റെ ലക്ഷ്യം അതാണ്. കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യുക, കൂടുതൽ നമ്മൾ ആക്ടർ എന്നുള്ള നിലയിൽ ആൾക്കാരിലേക്ക് എത്താം എന്നുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട കേരള വിഭവം ഏതാണ്? ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഇഷ്ടക്കേട് ഒന്നിനോടുമില്ല. കേരള വിഭവം എന്ന് പറയുമ്പോൾ പുട്ടും മീൻകറിയും അല്ലെങ്കിൽ പുട്ടും കടലയും. പുട്ടും കടലയും. അതെ 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 അതെ. വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ? അത് ഒരുപാടുണ്ടല്ലോ. എന്നാലും പേരെടുത്ത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒന്ന്? പെട്ടെന്ന് പറയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങളൊക്കെ ചില പടങ്ങളൊക്കെ ചിലത് കണ്ടു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കാണാൻ നമുക്ക് തോന്നും. അങ്ങനെ എത്ര കണ്ടാലും മടുക്കാത്ത പടങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഈ പൊന്മുട്ടയിടുന്ന താറാവ്, അതെ, അങ്ങനത്തെ പടങ്ങളുണ്ട്. അതെ. അതുപോലെ ഈ ഇപ്പൊ പുതിയ പടങ്ങൾ പറയുകയാണെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ്. തീർച്ചയായിട്ടും. അങ്ങനത്തെ പടങ്ങളൊക്കെ തീർച്ചയായിട്ടും കാണാൻ തോന്നും. തീർച്ചയായിട്ടും. താങ്കളുടെ സഹനടന്മാർ താങ്കളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക്? അത് ഈ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇക്കാന്ന് വിളിക്കാറ്. പലപ്പോഴും പലരും ഇക്കാന്നൊക്കെ വിളിക്കുന്നു. ഇപ്പൊ ഇതായല്ലോ. പിന്നെ ഒരു ചുള്ള എന്നൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പലരും പെൺകുട്ടികളും വിളിക്കാറുണ്ട്. അതൊരു ഇതാണ്. സെറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. താങ്കളുടെ ആരാധകർക്ക് ഒരു ചെറിയ സന്ദേശം ക്യാമറയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാല് ബി ഹാപ്പി, എൻജോയ് ലൈഫ്, ബി ഹോണസ്റ്റ്. അതൊക്കെ ഈ 3 കാര്യമാണുള്ളത്. അങ്ങനെ നമ്മൾ വളരെ ആത്മാർത്ഥത്തോടുകൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സർ, താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിനും ഞങ്ങളോട് സഹകരിച്ചതിനും വളരെ സന്തോഷം. വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു.